Hi, good evening. മക്കളെ സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഗുഡ് ഈവനിങ് വിഘ്നേഷ്, ഗുഡ് ഈവനിങ്. ശ്രീജിത്ത്, ഗുഡ് ഈവനിങ്. അലൻ, ഗുഡ് ഈവനിങ്. ഓക്കെ ഓക്കെ ഓക്കെ, ഹലോ. കൃഷ്ണ, ഗുഡ് ഈവനിങ്. കൃഷ്ണ, അഹമ്മദ്, ഷബീബ്, ഷബീബ്, ഗുഡ് ഈവനിങ്. ഓക്കെ 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 ഓക്കെ, യെസ്. അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മളെ മിഷൻ 99 ഡേയ്സിന്റെ 23rd ഡേ ആണിന്ന്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ലെസൺ ആണ് അല്ലേ? ഓക്കെ, ഒരു സിമ്പിൾ ലെസൺ ആണ്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ ഓക്കെ, നമുക്ക് ശ്രമിക്കാം ഷമിൽ അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഇതിലെ ഗ്രാവിറ്റേഷനിലെ കോൺസെപ്റ്റ് ഒക്കെ എന്താണ് അല്ലേ? അപ്പൊ നമ്മൾ ഈ ഗ്രാവിറ്റേഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു 3-4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാം അല്ലേ? ഫസ്റ്റ് സെക്ഷൻ വരുന്നത് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് നമ്മളത് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. ഓക്കെ, നമ്മൾ കെപ്ലേഴ്സ് ലോസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എത്ര ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 3 ലോസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു മക്കളെ? ഫസ്റ്റ് ലോ കെപ്ലറുടെ ഫസ്റ്റ് ലോ എന്തായിരുന്നു? ഇറ്റ് ഈസ് റിഗാർഡിങ് ഓർബിറ്റ്സ് അല്ലേ? നമ്മളതിന് ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണോ? സോ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഓർബിറ്റ് ആണ് അല്ലെ? എന്തായിരുന്നു ലോ ഓഫ് ഓർബിറ്റ്സിന്റെ കോൺസെപ്റ്റ്? ഓൾ പ്ലാനറ്റ്സ് ആർ റിവോൾവിംഗ് അറൌണ്ട് സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അല്ലേ? വിത്ത് സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദി ഫോസൈ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ലോ നമ്മളോട് പറഞ്ഞ ലോ ഓഫ് ഓർബിറ്റ്സ് ആണ് അല്ലെ? ഓർബിറ്റിന്റെ നേച്ചറിനെ കുറിച്ചാണ് ഫസ്റ്റ് ലോ നമ്മളോട് പറയുന്നത്. സെക്കൻഡ് ലോ, എനിവേ ഈ പ്ലാനറ്റ് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് വി നോ സൺ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദി ഫോസൈ അല്ലേ? സംവർ ഹിയർ അല്ലേ? ഇവിടെയാണ് നമ്മളെ സൺ ഉള്ളത്, ശരിയല്ലടാ? ഇവിടെ ഈ പ്ലാനറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് പ്ലാനറ്റിന്റെ സ്പീഡ് എന്തല്ല? സെയിം അല്ല അല്ലേ? when it is near the sun its speed is more അല്ലേ? far away from the sun speed is large അല്ലേ? ആക്ച്വലി ഈ സ്പീഡിനെ കുറിച്ച് അനലൈസ് ചെയ്തപ്പോഴാണ് സെക്കൻഡ് ലോ വന്നത് അല്ലേ? എന്താണ് സെക്കൻഡ് ലോ നമ്മൾ കണ്ടത്? ഈ പ്ലാനറ്റിന്റെ ഏരിയൽ വെലോസിറ്റി അല്ലേ? ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം പ്ലാനറ്റ് ടു സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. നമ്മൾ അത് ലോ ഓഫ് ഏരിയാസ് എന്നാണ് പറയുന്നത്. യെസ്, ലോ ഓഫ് ഏരിയാസ് പറയുന്നത് ഏരിയൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് എന്നാണ് അല്ലേ? dA ഡിവൈഡഡ് ബൈ dt ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, ആക്ച്വലി ഈ ഒരു സെക്കൻഡ് ലോ നമുക്ക് വേറൊരു കോൺസെപ്റ്റ് അപ്പൊ കയറി വരികയാണ്. ഓക്കെ, നിങ്ങൾ റൊട്ടേഷനിലെ ആംഗുലാർ മൊമെന്റം പഠിച്ചിട്ടുണ്ട് അല്ലെ? ആംഗുലാർ മൊമെന്റം, ആംഗുലാർ മൊമെന്റത്തിന്റെ ജോമെട്രിക്കൽ മീനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2m into dA by dt ആണ് ആംഗുലാർ മൊമെന്റം. L is equal to 2m into dA by dt അല്ലെ? ഫോർ എ ഗിവൺ പ്ലാനറ്റ് നിങ്ങൾ നോക്കടാ, ഏരിയൽ വെലോസിറ്റി dA by dt is കോൺസ്റ്റന്റ് അല്ലെ? ഈ പ്ലാനറ്റിന്റെ മാസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് ആണല്ലോ അല്ലെ? ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ലോ ഓഫ് ഏരിയ എന്നുള്ള ഈ ലോ നമുക്ക് കിട്ടിയ ഒരു കോൺസെപ്റ്റ് അതാണ്. ഓക്കെ, യെസ്. അപ്പം ഈ ലോ ഓഫ് ഓർബിറ്റ് ലോ ഓഫ് ഏരിയസ് നമുക്ക് കിട്ടിയ കോൺസെപ്റ്റ് ആണ് ആംഗുലാർ മൊമെന്റം ഓഫ് പ്ലാനറ്റ് എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഓക്കെ, ദെൻ തേർഡ് ലോ പറയുന്നത് ഈസ് റിഗാർഡിങ് ടൈം പീരീഡ് അല്ലേ? യെസ്, ലോ ഓഫ് ഏരിയ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഏരിയ ആണ് അല്ലേ? ഓക്കെ, ആൻഡ് തേർഡ് ലോ ഇറ്റ് ഈസ് ലോ ഓഫ് പീരീഡ്സ്. എന്താണ് ലോ ഓഫ് പീരീഡ്സ് നമ്മളോട് പറയുന്നത്? ഓക്കെ, സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ് എന്നാണ് നമ്മൾ പറയുന്നത്, ശരിയല്ലേ? ഓക്കെ, ആക്ച്വലി ഫോർ കണ്ടിന്യൂസ് നമ്മൾ ആ എ എന്നുള്ള എന്തെടുക്കാറുണ്ട്? മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് പ്ലാനറ്റ് എടുക്കാറുണ്ട്. ദെൻ നമ്മൾ t² പ്രൊപ്പോർഷണൽ ടു r³ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഈ 3 ലോസിന്ന് സെക്കൻഡ് ആൻഡ് തേർഡ് ലോസിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരാം അല്ലെ? നമുക്കറിയാം ഒരു പ്ലാനറ്റിന്റെ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലെ, അതിനെ ബേസ് ചെയ്തുള്ള ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടൈം പീരീഡ് ഈ മീൻ ഡിസ്റ്റൻസ് റിലേഷൻ t² പ്രൊപ്പോർഷണൽ ടു r³ ഈ റിലേഷൻ application ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട്
ഈ രണ്ട് കോൺസെപ്റ്റിനാണ് ഓക്കെ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത് JEE മെയിൻസിന്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മളൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് ഏതാണ്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെ, ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്താണ് മക്കളെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മളോട് പറയുന്നത്? വാട്ട് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? Yes, it gives us gravitational force between any two bodies. So according to universal law of gravitation, Newton's universal law of gravitation. Universal law of gravitation. Okay. Gravitational force between any two bodies. See, gravitational force between any two bodies equal to G into product of their masses divided by square of the distance between them. So F is equal to G m1 m2 divided by r square, and that gravitational force is acting towards or along the line joining the centers. So നമ്മൾ ഇവിടെ m1 mass ഉള്ള ഒരു body consider ചെയ്യുക. If their centers are separated by a distance r, m2, another body of mass m2, their centers are separated by distance r, then gravitational force as magnitude g m1 m2 divided by r square, and that force is acting along the line joining their centers. If you consider the gravitational force exerted by m1, it is acting towards center of this particle m1, body m1. Okay, next വരുന്നടാ ഈ law, universal law of gravitation, that F equal to g m1 m2 divided by r square. ആ ലോനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം? ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിലെ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത്, ടു ബോഡീസ് ആർ മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് അണ്ടർ ദി ആക്ഷൻ ഓഫ് ദിയർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ടു ബോഡീസ് ആർ മൂവിങ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് a, ടു ഐഡന്റിക്കൽ ബോഡീസ്, okay, bodies of same mass are moving in a circular path of radius a under the action of their mutual gravitational force. What is angular velocity എന്ന് ചോദിക്കാം. What is velocity എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് 2 പാർട്ടിക്കിൾ 3 പാർട്ടിക്കിൾ വരാം, 3 പാർട്ടിക്കിൾസ് 4 പാർട്ടിക്കിൾസ് ഒക്കെ വരാം അല്ലേ. അപ്പോൾ 2 പാർട്ടിക്കിൾ 3 പാർട്ടിക്കിൾ 4 പാർട്ടിക്കിൾസ് they are moving in a circular path അല്ലേ under the action of their gravitational force. ഓക്കെ, അവിടെ നമുക്ക് വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും കാണാനൊക്കെ ചോദിക്കാം. ആക്ച്വലി അത് ഈ ഒരു ലോന്റെ അപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഓക്കെ, നമ്മൾ ഈ കേസിൽ ഒരു ബോഡീന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന എന്ത് കണ്ടുപിടിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ ലോ യൂസ് ചെയ്ത് കണ്ടുപിടിക്കും അല്ലെ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കും. ശരിയല്ലേ? നിങ്ങൾക്കറിയാം മക്കളെ, ഒരു പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ഒരു പാർട്ടിക്കിള് കണ്ടിന്യൂസ് ആയിട്ട് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അല്ലെ, there must be a force which provides necessary centripetal force അല്ലെ. ഈ പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണ എന്ത് വേണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം അല്ലെ. അപ്പൊ ഈ കേസിൽ നമ്മളെ ഈ ബോഡി 2 ബോഡി സിസ്റ്റത്തിന്റെ കേസിൽ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് അല്ലേ ഉള്ളൂ അല്ലെ. അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് പ്രൊവൈഡ് ചെയ്യണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ദാറ്റ് മീൻസ് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു എന്തായിരിക്കണം? mv²/r ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെ, സി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ പറയുന്ന ഈ മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈക്വൽ ടു mv²/r അല്ലെ. ആ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത്. 2 bodies are moving in 2 identical bodies of masses m each, mass m each are moving in a circular path of radius a under the action of their mutual gravitational force. What is velocity or angular velocity of body എന്ന് ചോദിച്ചാൽ അതിന്റെ കോൺസെപ്റ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് പ്രൊവൈഡ് ചെയ്യണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യണം. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈക്വൽ ടു mv²/r. അത് ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്നത്, ഒരു റോഡ്, സപ്പോസ് L ലെങ്ത് ഉള്ള ഒരു റോഡ്. ഓക്കെ, നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സി ഈ റോഡ് എന്നൊരു ഗിവൺ ഡിസ്റ്റൻസിൽ, സപ്പോസ് എ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ വി ഹാവ് എ പോയിന്റ് മാസ്. വാട്ട് ഇസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് പോയിന്റ് മാസ് m? Okay, gravitational force exerted by the rod. Suppose mass of the rod is capital M. So what is the gravitational force exerted by this rod on a point mass small m at a distance a from one of its end? Okay, see, suppose length of the rod is also given, it is L. Okay,
അപ്പോൾ ഇതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചു കാണുന്ന സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി തേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാം. സി, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു സ്ഫിയർ, വി ഹാവ് എ സ്ഫിയർ, ഓക്കെ, ഓഫ് മാസ് m ആൻഡ് റേഡിയസ് r. ഓക്കെ, ഈ സ്ഫിയറിൽ നിന്ന് r/2 റേഡിയസിലെ ഒരു ചെറിയ സ്ഫിയർ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, സപ്പോസ് ഈ സ്ഫിയറിന്റെ സെന്ററിൽ നിന്ന് നമ്മളൊരു പോയിന്റ് മാസ് സ്മോൾ m വെച്ചിട്ടുണ്ട്. ഓക്കെ, നൗ ഈ സ്ഫിയറിന്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു ചെറിയ r/2 റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ, ചെറിയ സ്ഫിയർ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ ആ റിമൈനിങ് പോർഷൻ ഇല്ലേ, സോ ദ സ്ഫിയർ വിത്ത് കാവിറ്റി, സപ്പോസ് ഇങ്ങനെയാണ് നമ്മൾ ഈ സ്ഫിയർ ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതെങ്കിൽ, സപ്പോസ് ഇവിടുന്ന് ഒരു ചെറിയ സ്ഫിയർ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുവാണ്. ഓക്കെ, now we have a sphere with a cavity, right? ആ റിമൈനിങ് പോർഷൻ ഈ സ്മോൾ m പോയിന്റ് മാസിലെ ആ പോയിന്റ് മാസിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒരു m മാസുള്ള സ്ഫിയർ, ഈ സ്ഫിയറിന് r/2 റേഡിയസ് ഉള്ള ഒരു ചെറിയ സ്ഫിയർ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് പോർഷൻ ഈ പോയിന്റ് മാസ്, സപ്പോസ് ദാറ്റ് പോയിന്റ് മാസ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം center of this sphere, like this. See, that point mass is placed at a distance x from center of the sphere. Okay, so what will be the gravitational force exerted by the remaining portion? Remaining portion means that sphere with the cavity on the point mass. Okay, so these three type of questions are usually ചോദിച്ച് കാണുന്നത് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഏകദേശം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ചോദിക്കാൻ ഏകദേശം ഒരു ധാരണയില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ അപ്പൊ നമ്മള് കെപ്ലേഴ്സ് ലോസ് അല്ലെ, 3 ലോസിന്റെ അപ്ലിക്കേഷൻ എന്തൊക്കെ ചോദിക്കാന്ന് പറഞ്ഞു. പിന്നെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അതിൽ ചോദിച്ചു കാണുന്ന ഓക്കെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ, അടുത്തൊരു ടോപ്പിക് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, സി മക്കളെ, എന്താണ് എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? നമ്മൾ പഠിച്ചതാണ് G is equal to അല്ലെ, ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഓർ പ്ലാനറ്റ് സ്മോൾ g is equal to capital G m divided by capital R square അല്ലെ. ഓൺ ദ സർഫസ് ഓഫ് ദാറ്റ് പ്ലാനറ്റ്, സർഫസ് ഓഫ് എർത്ത് ആണെങ്കിൽ സ്മോൾ g is equal to G m ഓഫ് എർത്ത് ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് എർത്ത് സ്ക്വയർ. ഓക്കെ, സപ്പോസ് നമുക്ക് ഈ എക്സ്പ്രഷൻ ജിന്റെ എക്സ്പ്രഷൻ ഡെൻസിറ്റിന്റെ ടേംസിൽ എഴുതണം എന്ന് വിചാരിക്കാം. സോ ഇവിടെ നമുക്ക് ഉറപ്പാണ്, ഇഫ് ക്യാപിറ്റൽ G ആൻഡ് M ആർ കോൺസ്റ്റന്റ്, G ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R സ്ക്വയർ. ഇഫ് ക്യാപിറ്റൽ M ഈസ് കോൺസ്റ്റന്റ്, G ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R സ്ക്വയർ. സെയിം എക്സ്പ്രഷൻ നമുക്ക് ഡെൻസിറ്റിന്റെ ടേംസിൽ ചിലപ്പം ചോദിക്കാം. അത് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും അല്ലെ. എടാ നമുക്ക് മാസ് ഈക്വൽ ടു നമ്മൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് പഠിച്ചിട്ടില്ലേ അല്ലെ. അപ്പൊ മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. ഓക്കെ, ടൈം ബീങ് ഞാൻ എർത്തിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ പ്ലാനറ്റ് ഒരു പെർഫെക്റ്റ് സ്ഫിയർ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ. ആ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ അല്ലേ, ഇൻറ്റു ഡെൻസിറ്റി റോ എന്ന് വരും അല്ലേ. അപ്പൊ ഞാൻ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ ഇക്വേഷനിലെ ആ ക്യാപിറ്റൽ എമ്മിന്റെ സ്ഥാനത്ത് മക്കളെ 4/3 π ക്യാപിറ്റൽ R³ ഇൻറ്റു റോ എന്ന് കൊടുത്തൂടെ എനിക്ക്, ഡിവൈഡഡ് ബൈ R സ്ക്വയർ അല്ലേ, ശരിയല്ലേ. ഈ R സ്ക്വയർ R³ ഒരു R സ്ക്വയർ ക്യാൻസൽ ചെയ്തു അല്ലേ. സോ നമുക്ക് സ്മോൾ g is equal to 4/3 π G ഇൻറ്റു R റോ എന്നല്ലേ നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഓക്കെ, സപ്പോസ് ഈ രണ്ട് ഇക്വേഷൻസും ഒന്ന് ഓർത്ത് വെച്ചേക്കണം, നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, see here in the first case, suppose if mass m equal to a constant, if m is constant,
Okay, we can write from the first expression G proportional to 1 by R square. If mass M is constant, G proportional to 1 by R square. If density is constant, okay, or density relation, G density relation, if density is constant, see from the second equation that 4 by 3 pi is a constant, G is also constant, right? We can write G proportional to R rho. Okay, from the second equation I can write G proportional to radius of that planet into its density. Suppose density is constant. If the density rho is constant, I can write G proportional to R. Okay, അപ്പോൾ നിങ്ങൾ നോക്ക്, രണ്ട് ഡിഫറെന്റ് സിറ്റുവേഷൻ ആണ് നമ്മൾ അവിടെ കാണുന്നത് അല്ലേ. Suppose if you consider mass is constant, M is constant, G proportional to 1 by R square. If density is constant, G proportional to R. ഒന്ന് ഓർത്ത് വെച്ചേക്കണം, എവിടെയെങ്കിലും നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ ഉണ്ടാവും. ക്ലിയർ ആണോ? സി നമുക്കറിയാം നെക്സ്റ്റ് വരുന്നൊരു ഒരു കോൺസെപ്റ്റ് എന്നാണ്. സി ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുന്നത് ഈ റിലേഷനെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഈ റിലേഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, റേഡിയസും ഡെൻസിറ്റിയും തന്നിട്ട് രണ്ട് ഡിഫറെന്റ് പ്ലാനറ്റ്സിന്റെ റേഡിയസും ഡെൻസിറ്റിയും തന്നിട്ട് അല്ലെ നമ്മളോട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ റേഷ്യോ ചോദിച്ചിട്ടുണ്ട് ഈ രണ്ട് പ്ലാനറ്റ്സിലുള്ള. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ചോദിച്ചു കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നടാ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നിങ്ങൾക്ക് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി അല്ലെ. ഇറ്റ് വാരീസ് വിത്ത് അല്ലെ, നിങ്ങൾക്ക് ഈവൻ ഷേപ്പിനെ വരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഫ്രം പ്ലേസ് ടു പ്ലേസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ചേഞ്ചസ് അല്ലെ. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? നമ്മൾ കണ്ടാണ് ഷേപ്പ് അല്ലെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാരീസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാരീസ് വിത്ത് okay, acceleration due to gravity varies with the depth, then due to rotation of earth. ഈ വേരിയേഷൻ ഈ 4 കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? സി നമ്മളതില് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, എച്ചിനനുസരിച്ചിട്ട്. സോ സപ്പോസ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത് ഇഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് g. ഓക്കെ, വാട്ട് ഇസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h? സി നമ്മൾ പഠിച്ച ജനറൽ ഇക്വേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h. ഓക്കെ, സി ജനറൽ ഇക്വേഷൻ സപ്പോസ് ഇറ്റ് ഈസ് gh, ഇറ്റ് ഈസ് gr സ്ക്വയർ ഡിവൈഡഡ് ബൈ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ. Okay, so this is the general relation. At a height h, it is gr square by gr plus h the whole square, right? Then g, it is acceleration due to gravity on the surface of earth. Seriously. Now, suppose if that height, we have a special case here. If that height h, it is very small compared to radius r. Okay, if height h is very small compared to radius r, okay, we can write this relation as gh is equal to g into 1 minus 2h divided by r. Okay, ശ്രദ്ധിക്കണം, ഈ സെക്കൻഡ് റിലേഷൻ gh is equal g into 1 minus 2h by r അല്ലെ, അത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ കേസിലാണ് h വെരി സ്മോൾ കമ്പയർഡ് ടു r. ആക്ച്വലി ദിസ് ഈസ് ദ ജനറൽ ഇക്വേഷൻ അല്ലെ. h ആറിന്റെ ഓർഡറിലാണെങ്കിൽ h ഈക്വൽ ടു 2r 3r എന്നൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യണം, സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യരുത്. സെക്കൻഡ് ഇക്വേഷൻ ഒരു സ്പെഷ്യൽ കേസ് മാത്രമാണ് അല്ലെ. ആ സെക്കൻഡ് ഇക്വേഷൻ h വെരി സ്മോൾ കമ്പയർഡ് ടു r ആണെങ്കിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നൗ അറ്റ് എ ഡെപ്ത് d, at a depth d, what is value of acceleration due to gravity? We have studied at the depth d, acceleration due to gravity gd equal to g into 1 minus d divided by r. Okay, acceleration due to gravity at a depth d is given, gd is equal to g into 1 minus d by r, where that d is depth. ശരിയല്ലേ? Now, how it varies with the rotation of earth. Okay, suppose see when we consider a particle here,
and suppose this angle is lambda, it is called latitude. Okay, then acceleration due to gravity g dash equal to g minus omega square r cos square lambda. Okay, where this omega, it is angular velocity of rotation of earth, angular frequency of rotation of earth. Okay, g dash equal to g minus omega square r cos square lambda. So angular velocity of rotation omega, ആ ഒമേഗയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് acceleration due to gravity അല്ലേ. സി മക്കളെ, ഈ ലാംഡ കണ്ടോ നിങ്ങൾ, ലാറ്റിറ്റ്യൂഡ് അല്ലേ. അറ്റ് പോൾസ് വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ലാംഡ? അറ്റ് പോൾസ് ലാംഡ ഈക്വൽ ടു 90 ആണ് അല്ലേ. അറ്റ് ഇക്വേറ്റർ ലാംഡന്റെ വാല്യൂ, അറ്റ് ഇക്വേറ്റർ ലാംഡ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, സോ ഇഫ് യു കൺസിഡർ അറ്റ് പോൾസ് ലാംഡ 90 ആണെങ്കിൽ ഈ കോസ് സ്ക്വയർ ലാംഡ ബിക്കം 0. സോ അറ്റ് പോൾസ് ജി ഡാഷ് ഈക്വൽ ടു ജി അല്ലെ. അപ്പൊ പോൾസില് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിനെ റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, റൊട്ടേഷൻ കൊണ്ട് ഒരു എഫക്റ്റും ഇല്ല. ഓക്കെ, എന്നാൽ ഇക്വേറ്ററില് ഓക്കെ അറ്റ് ഇക്വേറ്റർ ലാംഡ ഈക്വൽ ടു 0. If lambda equal to 0, this cos square lambda, it is cos square 0, it is 1. So g dash equal to g minus omega square r. Okay, so as you move from pole to equator, so what happened here? See, equator acceleration due to gravity minimum ആണ് അല്ലേ. അപ്പൊ പോൾസ് നിന്ന് ഇക്വേറ്ററിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് അല്ലേ. അപ്പൊ പോൾസിന് ആ റൊട്ടേഷൻ എഫക്ട് ചെയ്യുന്നില്ല. യെസ്, ഇക്വേറ്ററിൽ ആ റൊട്ടേഷൻ എഫക്ട് മാക്സിമം ആണ്. സോ ജി ഡാഷ് ഈക്വൽ ടു ജി മൈനസ് ഒമേഗ സ്ക്വയർ. ദാറ്റ് ഈസ് ദ റിലേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലടാ മക്കളെ? ഓക്കെ, നൗ see, now suppose നമുക്ക് we want to find out yes കൃഷ്ണ, മാക്സിമം ഗ്രാവിറ്റേഷൻ അറ്റ് ഇക്വേറ്റർ അല്ല, ഇത് റൊട്ടേഷൻ്റെ എഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് റൊട്ടേഷൻ്റെ എഫക്റ്റ് ആണ് പറയുന്നത്, റൊട്ടേഷൻ്റെ എഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. എടാ, ആ പോൾസിൽ റൊട്ടേഷൻ്റെ എഫക്റ്റ് ഇല്ല അല്ല, ഇക്വേറ്ററിൽ റൊട്ടേഷൻ എഫക്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിന്റെ എർത്തിന്റെ ഷേപ്പ് നോക്കിയാൽ ഇങ്ങനെയല്ലേ ഉള്ളത്, ജിയോയിഡ് ഷേപ്പ് അല്ലേ അല്ലേ. അപ്പൊ നമ്മള് ഇവിടെ നിങ്ങൾ സി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷനെ ഇത് റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. സി, ഇത് ഇക്വേറ്റർ റീജിയനിലെ റേഡിയസ്, ഇത് പോളാർ റീജിയനിലെ റേഡിയസ് അല്ലേ. അപ്പം പോളാർ റീജിയനിലെ റേഡിയസ് ലെസ് അല്ലേ. സോ അങ്ങനെയാണ് സ്മോൾ ജി ഈക്വൽ ടു ജി എം ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. ഓക്കെ, ആർ പോൾ ലെസ് ദാൻ ആർ ഇക്വേറ്റർ ആണ്. അപ്പൊ റേഡിയസ് കുറവുള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ റൊട്ടേഷൻ എഫക്റ്റ് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ ജി പോൾ ഗ്രേറ്റർ ദാൻ ജി ഇക്വേറ്റർ അല്ല, ഇവിടെ റൊട്ടേഷൻ എഫക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്. ഇക്വേറ്ററിൽ മിനിമം ആണ്, കാരണം ഇക്വേറ്ററിൽ ഈ റൊട്ടേഷന്റെ എഫക്റ്റ് മാക്സിമം വരുന്നുണ്ട്, ഒമേഗ സ്ക്വയർ ആർ ആണ്. ഇക്വേറ്ററിൽ മിനിമം അല്ലേ വരുന്നേ. ഓക്കെ, യെസ്. നൗ സപ്പോസ് നമുക്ക് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇപ്പൊ എർത്തിന്റെ കേസിൽ ഹൗ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാരീസ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് എർത്ത്. ഓക്കെ, നമുക്ക് എർത്തിന്റെ പുറത്തൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം അല്ലെ. പുറത്തുള്ള പോയിന്റ് ഔട്ട് സൈഡ്, അത് അറ്റ് ഹൈറ്റ് എച്ച് അല്ലേ. അപ്പൊ നിങ്ങൾ നോക്ക്, ജി ഔട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ പോയിന്റ് ഔട്ട് സൈഡ്, നമ്മൾ ഇക്വേഷൻ ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്നല്ല നമ്മൾ ഇക്വേഷൻ പറഞ്ഞത്. സപ്പോസ് ഇഫ് യു കൺസിഡർ പോയിന്റ് ഹിയർ P at a height h from center of earth, sorry, at a height from the surface of earth, then the distance from the center of earth, ഈ ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ? റേഡിയസ് അല്ലേ
അല്ലേ? അപ്പൊ എർത്തിന്റെ സെന്ററിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? r+h അല്ലേ? ശരിയല്ലേ? അപ്പൊ എർത്തിന്റെ സെന്ററിന്ന് ആ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാനത് സ്മോൾ ആർ നിർത്താൽ സ്മോൾ r ഈക്വൽ ടു r+h ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ജി ഔട്ട് ഈക്വൽ ടു GR² ഡിവൈഡഡ് ബൈ ദിസ് r+h is distance from center small r. So I can write this small g and capital R. അല്ലെ, അത് ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ജി ഔട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² അല്ലേ? ഓർ ദാറ്റ് GR² ഇറ്റ് ഈസ് GM അല്ലെ? GR² എന്ന് പറയുന്നത് ക്യാപിറ്റൽ G ഇൻറ്റു ക്യാപിറ്റൽ M അല്ലേ? സോ ജി ഔട്ട് ഈക്വൽ ടു GM ഡിവൈഡ് ബൈ സ്മോൾ r². സോ ജി ഔട്ട് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. ശരിയല്ലേ? Now if you consider acceleration due to gravity at a depth d, suppose if you consider a point somewhere here at a depth d, okay, we know acceleration due to gravity GD is equal to G into 1 minus d by r, right? Okay, actually this is GD equal to G into r minus d divided by r. I can write it like this, r minus d divided by r. r minus d by r, it is 1 minus d by r. ശരിയല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ നോക്കടാ, ഇവിടെ ഈ കേസിൽ എർത്തുന്ന സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതല്ലേ എർത്തുന്ന സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ? ഈ ഡിസ്റ്റൻസിലെ നമ്മൾ സ്മോൾ ആർ എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഹോൾ ഡിസ്റ്റൻസ് റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? സ്മോൾ ഡി മൈനസ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ ക്യാപിറ്റൽ ആർന്ന് നമ്മൾ സ്മോൾ ഡി മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് സ്മോൾ ആർ കിട്ടില്ല ഈ കേസിൽ. അപ്പൊ ഇൻസൈഡ് പോയിന്റ് ആണെങ്കിൽ അല്ലെ, ഉള്ളിലുള്ള പോയിന്റ് ആണെങ്കിൽ നിങ്ങളുടെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ മൈനസ് ഡി അല്ലേ? സോ ദിസ് ആർ മൈനസ് ഡി എന്ന് പറയുന്നത് സെന്ററിൽ നിന്ന് ആ ഇന്റീരിയർ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ? ഞാൻ സ്മോൾ ആർ എടുക്കട്ടെ. സോ ഹിയർ GD is equal to G into R by capital R അല്ലേ? സോ ഇവിടെ നമുക്ക് മനസ്സിലായി ഇൻസൈഡ് ദ സ്ഫിയർ ഓർ ഇൻസൈഡ് ദി പ്ലാനറ്റ് G in directly proportional to R. ഓക്കെ, അപ്പൊ രണ്ട് റിലേഷൻസ് എനിക്ക് കിട്ടി. G out inversely proportional to r² ആണ്, G in proportional to R ആണ്. ഓക്കെ, suppose we are plotting a graph with the acceleration due to gravity along y-axis and r along x-axis. Okay, see inside അല്ലെ, inside it is directly proportional to r അല്ലെ? directly proportional എന്ന് പറഞ്ഞാൽ that graph is a straight line അല്ലെ? so graph is a straight line passing through origin. Yes, at the center, yes, acceleration due to gravity will be 0 because at center small r equal to 0. അല്ലെ? അപ്പൊ സെന്റർ സ്മോൾ ആർ ഈക്വൽ ടു 0, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0. ഓക്കെ, ആൻഡ് ഇൻസൈഡ് ദ പ്ലാനറ്റ് അല്ലെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് വിത്ത് ആർ. സോ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ അല്ലെ? അപ്പൊ GR ഗ്രാഫ് നിങ്ങൾ എടുത്താൽ ദാറ്റ് ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ഇൻസൈഡ് ദി പ്ലാനറ്റ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് R ഈക്വൽ ടു ക്യാപിറ്റൽ R. അറ്റ് R ഈക്വൽ ടു ക്യാപിറ്റൽ R വരെ ദാറ്റ് ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. Now outside, if that R is greater than capital R, see here, outside means R greater than capital R, it is inversely proportional to R². If it is inversely proportional to R², it decreases. Yes, at the surface it is maximum, and now outside, so outside the planet, outside, R greater than capital R, then its acceleration due to gravity decreases. It decreases parabolically actually because G inversely proportional to R². So this is how acceleration due to gravity varies with the distance from center. Clear now? ഓക്കെ, അങ്ങനെ നമ്മൾ ഇത്രയും പറഞ്ഞ ഈ കോൺസെപ്റ്റ് വെച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കിയാലോ അല്ലേ? നമുക്ക് നോക്കാം, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാ, ഇഫ് എർത്ത് സഡൻലി ഷ്രിങ്സ് ടു 1/64th of its original volume with its mass remaining the same, the period of rotation of earth becomes 24/x hours. Then the value of x is. Okay, എർത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഷ്രിങ്ക് ചെയ്തിട്ട് അല്ലേ,
ഇപ്പോഴുള്ള ഒറിജിനൽ വോളിയത്തിന്റെ എത്രയാവാണ് 1/64 ആവാണ് അല്ലെ. അപ്പൊ ഒറിജിനൽ വോളിയത്തിന്റെ 1/64 ആയി. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പിച്ചോ വോളിയം 1/64 തന്നെ റേഡിയസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ. വിത്ത് ദിസ് മാസ് റിമൈനിങ് സെയിം, മാസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. മാസ് കോൺസ്റ്റന്റ് ആണ്. എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? റേഡിയസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. കാരണം വോളിയം 1/64 ആവുന്നുണ്ട് അല്ലെ. അങ്ങനെ വോളിയം 1/64 ആയാൽ റേഡിയസ് എത്രയാവും? ഓക്കെ, നിങ്ങൾ നോക്കണം മക്കളെ, നമുക്ക് നോക്കാം അല്ലെ. ആ സമയത്ത് ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ എന്ത് സംഭവിച്ചു? യെസ്, 24/x hours. അപ്പൊ ഇനീഷ്യലി അതിന്റെ ടൈം പീരീഡ്, എർത്തിന്റെ റൊട്ടേഷൻ പീരീഡ് 24 hours ആണ്. അപ്പൊ ഇനീഷ്യൽ ടൈം പീരീഡ്, ഇപ്പോഴുള്ള ടൈം പീരീഡ് T1 = 24 hours ആണ്. ഈ റേഡിയസ് അല്ലെ ഷ്രിങ്ക് ചെയ്തു, കാരണം വോളിയം 1/64 ആയി. ആ സമയത്ത് ടൈം പീരീഡ് 24/x ആയി. അതായത് ഫൈനൽ ടൈം പീരീഡ് T2 എന്ന് പറയുന്നത് 24/x ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ എക്സിന്റെ വാല്യൂ എത്രയെന്നല്ലേ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഇവിടെ ചെറിയൊരു കാര്യം, വോളിയം 1/64 ആയാൽ ഓക്കെ റേഡിയസ് എത്രയാവും? നിങ്ങൾ നോക്കണേടാ മക്കളെ. വോളിയം എന്ന് പറയുന്നത് 4/3πr³ അല്ലേ, ശരിയല്ലേ? യെസ് കറക്റ്റ്. 4/3π ഒരു കോൺസ്റ്റന്റ് ആണ്. V പ്രപ്പോർഷണൽ ടു r³ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ V2 ആണ് സെക്കൻഡ് വോളിയം. ഇനീഷ്യലി വോളിയം V1 ആണെങ്കിൽ V2/V1 എന്ന് പറയുന്നത് R2/R1³ അല്ലേ അല്ലെ. ആ V2 ആര് തന്നില്ലേ? V1/64 ആണ് അല്ലെ. അപ്പൊ V2 എന്ന് പറയുന്നത് V1/64 ആണ്, ഈക്വൽ ടു R2/R1⁻3. So here this V1 cut, R2/R1³ equal to 1/64 അല്ലെ. സോ R2/R1 എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് 1/64 അല്ലെ. 64ന്റെ ക്യൂബ് റൂട്ട് യെസ് 4 ആണ്. സോ R2/R1 എന്ന് പറയുന്നത് 1/64ന്റെ ക്യൂബ് റൂട്ട് 4. സോ R2 ഈക്വൽ ടു R1/4. ഓക്കെ, അപ്പൊ ഇനീഷ്യലി ഇവന്റെ ഒറിജിനൽ റേഡിയസ് R ആണെങ്കിൽ വോളിയം 1/64 ആയാൽ റേഡിയസ് എത്രയാവും? R/4 ആയിട്ടുണ്ടാവും. ശരിയല്ലേ? നമുക്കറിയാം അല്ലെ, ഈ പ്ലാനറ്റിന്റെ കേസിൽ ആക്സിലറേഷൻ ആംഗുലാർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. ആംഗുലാർ മൊമെന്റം L ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലെ. ആംഗുലാർ മൊമെന്റം നിങ്ങൾ പഠിച്ചാണ്. ആംഗുലാർ മൊമെന്റം നമ്മൾ I⍵ എന്നല്ല പഠിച്ചത് റൊട്ടേഷനിൽ അല്ലെ. I⍵ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, ഹിയർ എർത്ത് ഒരു പെർഫെക്റ്റ് സ്ഫിയർ ആണ്. അതിനാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ 2/5mr² എന്ന് നമുക്ക് പറയാം, ഇൻറ്റു ω ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ റൈറ്റ്. സോ ഹിയർ നിങ്ങൾ നോക്ക്, ഈ ω നമുക്ക് ടൈം പീരീഡ് റിലേഷനിൽ കിട്ടുന്നുണ്ട്. റേഡിയസ് ചേഞ്ച് ചെയ്യുന്നു, ടൈം പീരീഡ് എത്രയാവുന്നു കിട്ടണം അല്ലെ. അപ്പൊ ഈ ω നമുക്ക് 2π/t എന്ന് എഴുതിയാൽ 2/5mr² ഇൻറ്റു 2π/t ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലെ. ഇവിടുന്ന് സി ദ 2/5m ഈസ് കോൺസ്റ്റന്റ് ബിക്കോസ് മാസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2π കോൺസ്റ്റന്റ്. സോ r² പ്രൊപ്പോർഷണൽ ടു or r²/t ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലെ. r²/t ഈക്വൽ ടു എ കോൺസ്റ്റന്റ് or r² പ്രൊപ്പോർഷണൽ ടു t or t പ്രൊപ്പോർഷണൽ ടു r². ഓക്കെ, സോ t പ്രൊപ്പോർഷണൽ ടു r² ആണ് അല്ലെ. t റേഡിയസിന് ഡയറക്ട്ലി സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റേഡിയസ് എത്രയാണ് മക്കളെ? 1/4 അല്ല ഇത് അല്ലെ. റേഡിയസ് 1/4 ആയാൽ എസ് ടൈം പീരീഡ് എത്രയാവും? ദാ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. ആ ഇക്വേഷനിൽ ആ റേഡിയസ് 1/4 ആവാണ്, R/4 ആവാണ്. ടൈം പീരീഡ് എത്ര അല്ലെ. അപ്പൊ നമുക്ക് സെക്കൻഡ് കേസിലെ ടൈം പീരീഡ് അല്ലേ കാണേണ്ടത്. സോ T2 കാണണം അല്ലെ. സോ T2/T1, T1ന്റെ വാല്യൂ നമുക്കറിയാം. സോ T2/T1 is equal to അല്ലെ R2/R1². Okay, that R2 is given, it is 1/4R1 അല്ലെ. സോ T2/T1 is equal to R2, it is 1/4R1 divided by R1². That R1 will cancel. T2/T1 is equal to 1/16. So T2 equal to T1/16.
The T1, it is 24 hours. So 24 by 16 hours. So this is T2. But given the time period, final time period T2 become 24 by x hours. Okay. So 24 by x hours ആണ് തന്നിരിക്കുന്നത്. So x is equal to 16. The value of x is 16. Okay. ചെയ്ത് ക്ലിയർ ആയോ? Yes, x equal to 16. Correct. Ragnar. Nice sound. Correct. And x equal to 16. ഇവിടെ നമുക്ക് ഇതിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരൊറ്റടി ഇങ്ങനെ ആൻസർ പറയാം അല്ലേ? വോളിയം 1/64 ആവുന്നുണ്ടെങ്കിൽ റേഡിയസ് അതിന്റെ ക്യൂബ് റൂട്ട് ആയിരിക്കും അല്ലേ? അപ്പം വോളിയം ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ വോളിയം 1/64, റേഡിയസ് അതിന്റെ ക്യൂബ് റൂട്ട് 1/4. ശരിയല്ലേ? ദെൻ ദിസ് r square t proportional to r square. r square by t equal to constant അല്ലേ? ഇഫ് t proportional to r square, റേഡിയസ് 1/4 ആവാണ്, ടൈം പീരിയഡ് 1/16 അതിന്റെ സ്ക്വയർ ടൈംസ് അല്ലാവാ. ഓക്കെ. ഓക്കെ, ഞാനാണ് നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. The orbital angular momentum of a satellite is L when it is revolving in a circular orbit at a height h from the Earth's surface. If the distance of satellite from the Earth's center is increased by 8 times its initial value, then the new angular momentum will. A satellite is moving around Earth in a circular orbit of radius small r, because distance of satellite from the center of Earth നമ്മൾ അതിന്റെ റേഡിയസ് എന്ന് പറയും സ്മോൾ r ആണ്. Okay, what happened here? If the distance of satellite from the Earth increased by 8 times its initial value. Our distance initially, see this is my planet Earth അല്ലേ? ഈ എർത്തിന് ചുറ്റും ഒരു സർക്കുലർ ഓർബിറ്റിൽ ഇങ്ങനെ സാറ്റലൈറ്റ് മൂവ് ചെയ്യാം. ഓക്കെ, ആക്ച്വലി എർത്തിന്റെ സെന്റർ എന്ന് ഇവിടേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് ദാറ്റ് സർക്കുലർ ഓർബിറ്റ്. ഓക്കെ, ഇനീഷ്യലി ആ റേഡിയസ് r ആയിരുന്നു. ഇത് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് സെന്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 8 ടൈംസ്. ഈ ഡിസ്റ്റൻസ് 8 ടൈംസ് ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസസ് ടു എന്നല്ലേ, ഇൻക്രീസ്. എത്രയാ ഇൻക്രീസ് ചെയ്തത്? 8r ആണ് ഇൻക്രീസ് ചെയ്തത്. നൗ എത്രയായി? ഇപ്പൊ 6 ഉണ്ട് അല്ലെ, 8r ആണ് അവിടെ ഇൻക്രീസ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഫൈനലി ഇപ്പോൾ ഉള്ള റേഡിയസ് എത്രയായിരിക്കും? 9r ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഇനീഷ്യലി റേഡിയസ് ഞാൻ r1 എടുക്കാം, ഇറ്റ് ഈസ് r. ഓക്കെ, ഫൈനൽ റേഡിയസ് r2, ഓൾറെഡി r അവിടെ ഉണ്ട്, പ്ലസ് ഇറ്റ് ഇൻക്രീസസ് ബൈ 8r. ഓക്കെ, സോ ടോട്ടൽ 9r. യെസ്, സോ r plus 8r, that's equal to 9r. ഓക്കെ, ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ ആംഗുലാർ മൊമെന്റം എത്ര ടൈംസ് ആവും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം, സി ഹിയർ, if you consider this satellite, അല്ലേ, its linear momentum mv is along this tangent, അല്ലേ, then perpendicular distance is nothing but radius, അല്ലേ. So angular momentum it is mvr. ശരിയല്ലേ? So angular momentum of this satellite L equal to mass into its orbital velocity into radius. We have studied orbital velocity is root g into mass of the satellite divided by radius of orbit into r. Okay, now suppose ഈ ആറിനെ നമ്മൾ റൂട്ടിന്റെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് r² ആയിട്ടാണ് റൂട്ടിന്റെ ഉള്ളിൽ പോവുക അല്ലേ. അപ്പൊ റൂട്ട് ഓഫ് g ക്യാപിറ്റൽ m ഇൻറ്റു r² ബൈ r എന്ന് വരും. ശരിയാണല്ലോ? ഈ r-ഉം r² ഒരു r-ഉം കട്ട് ചെയ്തു പോകും അല്ലേ. സോ ആംഗുലാർ മൊമെന്റം L is equal to m ഇൻറ്റു റൂട്ട് GMR ഡിവൈഡ് ബൈ റൂട്ട് GMR. ശരിയല്ലേ? അതിൽ ആ സ്മോൾ എം സാറ്റലൈറ്റിന്റെ മാസ് ഒരു കോൺസ്റ്റന്റ് ആണ്. ദിസ് ക്യാപിറ്റൽ എം നമ്മളെ പ്ലാനറ്റിന്റെ മാസ് കോൺസ്റ്റന്റ് ആണ്. ആ ക്യാപിറ്റൽ G ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ആംഗുലാർ മൊമെന്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് r. ശരിയല്ലേ?
If angular momentum is directly proportional to root r, see what happened to radius. Radius r എന്ന് 9r ആയി, 9 times ആയി അല്ലേ. അപ്പൊ റേഡിയസ് 9 times ആയാൽ ആംഗുലാർ മൊമെന്റം എത്ര ടൈംസ് ആവും? L proportional to root r അല്ലേ. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റൂട്ട് r ആണ് അല്ലേ. അപ്പൊ ഈ റേഡിയസ് 9 times ആയാൽ ആംഗുലാർ മൊമെന്റം യെസ് കറക്റ്റ് എത്രയാണ്? 3 times ആവും അല്ലേ. യെസ്, ആൻസർ ഓപ്ഷൻ ഡി. കറക്റ്റ്. ഓക്കെ യെസ്, റഗ്നർ, അനസ്, അഭിനവ്, യെസ്, വിഘ്നേഷ്, യെസ് കറക്റ്റ്. ശ്രീജിത്ത് കറക്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. 3 അല്ല വരുന്നത്. നമ്മളിതിന്റെ കൺവെൻഷൻ മെത്തേഡ് ഇവിടെ നിന്ന് നമുക്ക് ഷോർട്ട് കട്ട് അടിക്കാം. ഈ r 9 times ആവുകയാണെങ്കിൽ L 3 times ആണ്, കാരണം ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ റൂട്ട് r ആണ്. അതിന്റെ കൺവെൻഷണൽ മെത്തേഡ് ചോദിച്ചാൽ L2 divided by L1 is equal to root R2 divided by R1 അല്ലേ. സോ L2 by L1 is equal to root 9R by R എന്ന് വരും. ഈ R കട്ട് ചെയ്തു റൂട്ട് 9 എന്ന് പറയുന്നത് 3 വരും അല്ലേ. സോ L2 divided by L1 is equal to 3, L2 is equal to 3L1. Okay. Next question. അടുത്ത question. The distance between sun and earth is r. The duration of year is the distance between sun and earth become 3r will be. Okay. The average mean distance between sun and earth r ആണ് അല്ലേ. Average distance between sun and earth r ആണ്. അപ്പൊ average distance തന്നിട്ടുണ്ട്. ഡ്യൂറേഷൻ ഓഫ് ഇയർ എന്താണ്? ഈ 1 year എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 year എന്ന് പറയുന്നത് എർത്ത് ഒരു പ്രാവശ്യം സണ്ണിന് ചുറ്റും കറങ്ങാൻ എടുക്കുന്ന ടൈമാണ്, അതിന്റെ ടൈം പീരീഡ് ആണ് അല്ലെ. സോ 1 year എന്ന് പറയുന്നത് എർത്തിന്റെ ടൈം പീരീഡ് ആണ് അല്ലെ. സോ വാട്ട് ഹാപ്പൻ ടു ഡ്യൂറേഷൻ ഓഫ് ഇയർ? എർത്തിന്റെ ടൈം പീരീഡിന് എന്ത് സംഭവിക്കും? ഇപ്പൊ പ്രസന്റ്ലി ടൈം പീരീഡ് 1 year ആണ്. ആ എർത്തിന്റെ ടൈം പീരീഡിന് എന്ത് സംഭവിക്കും? എങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 3r ആയാൽ അല്ലെ, ഈ ഡിസ്റ്റൻസ് 3r ആയാൽ, ഇനീഷ്യലി r ആയിരുന്നു, അത് 3r ആയാൽ ആ ടൈം പീരീഡിന് എന്ത് സംഭവിക്കും? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഈ ടൈം പീരീഡും ആ മീൻ ഡിസ്റ്റൻസ് നമ്മൾ റിലേഷൻ ഉണ്ട്. ആ റിലേഷനാണ് നമ്മൾ കെപ്ലറുടെ 3rd law പറയുന്നത്. എന്താ റിലേഷൻ? ടി സ്ക്വയർ അല്ലെ. സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് പ്ലാനറ്റ് അല്ലെ. സോ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് അല്ലെ. ഇവിടെ ആ മീൻ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ആണെന്ന് അവർ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്ക്, ഓർ ഇറ്റ് ഈസ് ടി പ്രൊപ്പോർഷണൽ ടു സ്മോൾ ആർ ക്യൂബ്, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. അങ്ങനെയാണെങ്കിൽ ടി പ്രൊപ്പോർഷണൽ ടു എന്ത് എഴുതാം? r⁻³ എന്ന് എഴുതാം, ശരിയല്ലേ. ദെൻ മക്കളെ T2 ആ സെക്കൻഡ് ടൈം പീരീഡ് ആണ് നമുക്ക് കാണേണ്ടത്. ഇനീഷ്യലി ടൈം പീരീഡ് T1 ആണ്. T2 divided by T1 is equal to R2 by R1 the whole raised to 3/2. Okay, so T2 divided by T1 is equal to, what is R2? It is 3R. And R1 R whole raised to 3/2. Yes, correct. See here, this R will cancel. So T2 divided by T1 is equal to 3 raised to 3/2. Actually 3 raised to 3/2 എന്ന് എത്രയാണ്? √27 ആണ്. Yes, √27 അല്ലേ. കാരണം 3 raised to 3 whole raised to 1/2 എന്ന് എഴുതാം നമുക്കത്. 3 raised to 3 27 ആണ്, raised to 1/2 സോ റൂട്ട് ആണ് അല്ലേ. അപ്പൊ ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ്, സോ T2 divided by T1 is equal to √27 അല്ലെ. ആ √27 നമുക്ക് എങ്ങനെ എഴുതാം? 3√3 എന്ന് എഴുതി കൂടെ? കാരണം 27 വെച്ചാൽ 9 into 3 അല്ലേ. അപ്പൊ T2 divided by T1 is equal to √9 into 3 ആണ്. സോ ഇറ്റ് ഈസ് T2 by T1 is 3√3 because square root of 9 എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. 3√3 and then T2 is equal to 3√3 into T1. that T1 എന്ന് പറയുന്നത് 1 year ആണ് അല്ലെ. സോ ആൻസർ 3√3 year. Okay, so answer option D correct. കുറെ ആളുകൾ ചെയ്തിട്ടുണ്ട്. very good. Yes, correct. It is option D, 3√3. Okay, so ഇത്രയാണ് നമ്മളെ ആ ഫസ്റ്റ് ആ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ പോവാം. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. സി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ. 2 identical particles each of mass m go around a circle of radius a under the action of their mutual gravitational force.
Okay, the angular speed of each particle will be. Okay, so we have two identical particles, each of mass m. അല്ലേ, സെയിം മാസ് അല്ലേ, സെയിം മാസ് ഉള്ള രണ്ട് പാർട്ടിക്കിൾസ്, യെസ്, ഈച്ച് ഓഫ് വിത്ത് മാസ് m. 3^3l 3/2 അല്ലേ, t square proportional to r cube. So t proportion r^3/2 അല്ലേ. 3^3/2 എന്ന് പറയുന്നത് 3^3 whole raised to 1/2 ആണ്. So this is 3^3 whole raised to 1/2 എന്ന് എഴുതാം. ആ 3^3 എന്ന് 27 ആണ്. raised to 1/2 എന്ന് വെച്ചാൽ റൂട്ട്, സ്ക്വയർ റൂട്ട്. Okay. Anyway, so we have two particles, each of mass m, go around in a circle of radius a under the action of their mutual gravitational force. അല്ലേ, see here. നോക്ക്, ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ് എ ആണ്. നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റ് പറഞ്ഞു അല്ലേ. എന്താ നമ്മൾ പറഞ്ഞത് ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ? ഈ പാർട്ടിക്കിളില് അല്ലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ, നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണോ ആ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പാർട്ടിക്കിൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ഈ കേസിൽ ആ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ? 2a എന്നല്ല വരിക. റേഡിയസ് a ആണെങ്കിൽ ഈ ഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ആണ് അല്ലെ. സോ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു പാർട്ടിക്കിൾസ് അല്ലെ, F equal to capital G into product of their masses. Product of their masses അല്ലേ. നിങ്ങൾ നോക്ക്, രണ്ടിന്റെ മാസ് m അല്ലേ. അങ്ങനെയാണ് പ്രോഡക്റ്റ് ഓഫ് ദിയർ മാസസ് ബിക്കം m² ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം 2a ആണ്. സോ 2a the whole square. ശരിയല്ലേ? ഓക്കെ, യെസ്. സോ F equal to gm² divided by 4a². This is gravitational force അല്ലേ. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഇവൻ ആവശ്യമുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യണം. യെസ്, ആൻസർ ഓപ്ഷൻ സി ആണ്. നമുക്കറിയാം സെൻട്രിപിറ്റൽ ഫോഴ്സിന് നിങ്ങൾ രണ്ട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടാവും. യെസ്, ഫസ്റ്റ് ഇക്വേഷൻ mv²/r അല്ലേ. ഈ കേസിലാണെങ്കിൽ റേഡിയസ് a ആണ്, mv²/a. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഒമേഗ അല്ലെ, m⍵²r എന്ന് പഠിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? ഇവിടെ നിങ്ങളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി സ്പീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/a എന്ന് എടുക്കാം. പക്ഷെ ചോദിച്ചിരിക്കുന്ന സ്പീഡ് അല്ല, ആംഗുലാർ സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഏത് റിലേഷൻ യൂസ് ചെയ്യണം? m⍵²a എന്ന് പറയുന്ന റിലേഷൻ യൂസ് ചെയ്യണം അല്ലേ. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇവിടെ m⍵²a എന്നാണ് ഞാൻ എടുക്കുന്നത്. സോ സെൻട്രിപിറ്റൽ ഫോഴ്സ് F is equal to m⍵²a. അതിന്റെ റീസൺ ഒമേഗയാണ് നമ്മളോട് കാണാൻ ചോദിച്ചത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളെ കണ്ടീഷൻ എന്തായിരുന്നു മക്കളെ? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിരിക്കണം അല്ലേ. ദാറ്റ് ഈസ് m⍵²a ഈക്വൽ ടു gm²/4a² ആയിരിക്കണം. സി ഹിയർ m² ക്യാൻസൽ ചെയ്തു പോയി അല്ലെ. ഒമേഗ² കാണാൻ LHSലേക്ക് കൊണ്ട് ട്രാൻസ്പോസ് ചെയ്യണ്ടേ. സോ gm ഡിവൈഡഡ് ബൈ 4a² into a എന്നാണ് വരിക. ദാറ്റ് a² into a become a³ ശരിയല്ലേ. സോ ഹിയർ 4a³ എന്ന് ഡിനോമിനേറ്ററിൽ വരും ഒമേഗ² അല്ലെ. സോ ഒമേഗ ഈക്വൽ ടു അല്ലെ ഒമേഗ² gm/4a³ ആണെങ്കിൽ ഒമേഗ ഈക്വൽ ടു √gm ഡിവൈഡ് ബൈ 4a³. കറക്റ്റ് ആണ് മക്കളെ. യെസ്, ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. യെസ്, സി അത് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണോ മക്കളെ? സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ അല്ലെ. സെൻട്രിപിറ്റൽ ഫോഴ്സ് F ഈക്വൽ ടു mv²/r അല്ലെ. ഇതില് നമ്മൾ v ഈക്വൽ ടു ω/r എന്ന് പഠിച്ച ഓർമ്മയില്ലെങ്കിൽ അല്ലെ. അപ്പൊ v ഈക്വൽ ടു ω/r ആണെങ്കിൽ നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈക്വൽ ടു
എം ഇൻറ്റു വി ഒമേഗ ആർ എന്ന് കൊടുത്താൽ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്ന് വരും അല്ലേ. ഒരു ആറ് മുകളിലും താഴെയും കട്ട് ചെയ്തു. അപ്പം ഒമേഗ സ്ക്വയർ എന്ന് വരും. ആ റിലേഷൻ ഞാനിവിടെ യൂസ് ചെയ്തതാണ്. ഓക്കെ, യെസ്, ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആണ്. റൂട്ട് GM ഡിവൈഡഡ് ബൈ 4a³ ആണ് ആൻസർ. ഓക്കെ, അപ്പം നമ്മളെ ആ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തേ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ അതാ. എ സ്ട്രെയിറ്റ് റോഡ് ഓഫ് ലെങ്ത് L എക്സ്റ്റെൻസ് ഫ്രം x=a to x=L+a. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ആ റോഡ് നമ്മൾ വെച്ചിരിക്കുന്ന x ആക്സിസിന് മുകളിലാണ് അല്ലെ. എ സ്ട്രെയിറ്റ് റോഡ് ഓഫ് ലെങ്ത് L അല്ലെ, എക്സ്റ്റെൻസ് ഫ്രം x=a to x=L+ എന്ന x ആക്സിന് മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഒരു എൻഡ് നിൽക്കുന്ന ഒറിജിന് a ഡിസ്റ്റൻസിലാണ്, അതർ എൻഡ് നിൽക്കുന്ന ഒറിജിന് L+a ഡിസ്റ്റൻസിലാണ്. ഓക്കെ, സോ x ആക്സിസിന്റെ മുകളിൽ ഇവിടെ x ആക്സിസിന് മുകളിൽ നമ്മളൊരു റോഡ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റോഡ് വെച്ചിട്ടുണ്ട് അല്ലെ. ഈ റോഡിന്റെ ഒരു എൻഡ് x=a അതർ എൻഡ് x=L+a. ഒരു കാര്യം ഉറപ്പായി, ആ റോഡിന്റെ ലെങ്ത് എത്രയാണ്? L ആണ് അല്ലെ. സോ നിങ്ങളുടെ കയ്യിൽ L ലെങ്ത് ഉള്ള റോഡ് ഉണ്ട്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി x ആക്സിസ്. ഓക്കെ, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇറ്റ് എക്സേർട്സ് ഓൺ എ പോയിന്റ് മാസ് m at x=0. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് the rod exerts എവിടെ? on a point mass m. ഓക്കെ, m മാസിലെ ഒരു പാർട്ടിക്കിള് അല്ലെ, അതവിടെ നിൽക്കുന്നുണ്ട് x=0 എന്ന് പറഞ്ഞ ഒറിജിനിൽ നിൽക്കുന്നുണ്ട് അല്ലെ. ഈ പോയിന്റ് മാസിന്റെ മുകളിൽ ആ റോഡ് എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് എത്ര? ഈ മാസ് m ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ റോഡ് എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് എത്ര? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ ഈ റോഡ് ഒരു റിജിഡ് ബോഡി ഒരു കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അവിടെ നമ്മൾ എന്താ ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ചെറിയ എലമെന്റ് ഇവിടെ കൺസിഡർ ചെയ്യാം. എ സ്മോൾ എലമെന്റ് ഓഫ് ദിസ് റോഡ് അല്ലെ. ആ എലമെന്റിന്റെ മാസ് DM ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ എലമെന്റ് നമ്മളെ ഈ പോയിന്റ് മാസിന്ന് ഒരു x ഡിസ്റ്റൻസിലാന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താ? DM മാസുള്ള ഒരു എലമെന്റ് ഉണ്ടോക്കളെ, ആ എലമെന്റ് നമ്മളെ പോയിന്റ് മാസിന്ന് x ഡിസ്റ്റൻസിലാണ് അല്ലെ. നിങ്ങൾക്ക് ഈ DM ഓക്കെ, DM ഈ എമ്മിന്റെ മുകളിൽ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടൂടെ അല്ലെ. ആ എലമെന്റ് നമ്മളെ പോയിന്റ് മാസിന്റെ മുകളിൽ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് അല്ലെ. എടാ, രണ്ട് മാസസ്, ഒന്ന് M മറ്റേത് DM ആണ് അല്ലെ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ഒന്ന് M മറ്റേത് DM ആണ്. ഓക്കെ, ആ അവരുടെ ഇടയ്ക്കുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താ വരിക? G ഇൻറ്റു M ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദിയർ മാസസ് അല്ലെ. GM ഇൻറ്റു DM ഡിവൈഡഡ് ബൈ x² എന്ന് വരും. ശരിയല്ലേ? ആക്ച്വലി ഇതൊരു ചെറിയ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്, നമ്മളത് DF എന്ന് എടുക്കും. ശരിയല്ലേ? എടാ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം. ഒരു ചെറിയ എലമെന്റ് ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കിട്ടിയാൽ ആ ടോട്ടൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സുകളെ നമ്മൾ എന്താ ചെയ്യുക? നമ്മളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും അല്ലെ. സോ ഇതിനെ വിത്ത് പ്രോപ്പർ ലിമിറ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത യെസ് ഇന്റഗ്രേഷൻ അല്ലെ. അപ്പൊ ടോട്ടൽ ഫോഴ്സ് F== ഇന്റഗ്രൽ ഓഫ് GM DM ഡിവൈഡഡ് ബൈ x². ഓക്കെ, അതിൽ നമ്മളെ ടാസ്ക് എന്ന് പറയുന്ന DM ഒന്ന് കണ്ടുപിടിക്കണം അല്ലെ. അതിനൊരു സംഭവം തന്നിട്ടുണ്ടാവേ. ഇത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. If mass per unit length of the rod is a plus bx². See, mass per unit length എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ മാസ് ഡെൻസിറ്റി അല്ലെ. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ലീനിയർ മാസ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, a plus bx² ആണ്. അങ്ങനെ ലീനിയർ മാസ് ഡെൻസിറ്റി തന്നാലേ മാസ് കാണാൻ അതിനെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ ലീനിയർ മാസ് ഡെൻസിറ്റിനെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ നിങ്ങൾ എന്താ അസ്യൂം ചെയ്യാൻ നടടാ? ഈ നമ്മളെടുത്ത എലമെന്റ് ഇല്ലായിരുന്നോ? ഈ എലമെന്റ് ലെങ്ത് dx ആണെന്ന് വിചാരിച്ചോ അല്ലെ. അപ്പൊ എലമെന്റിന്റെ ലെങ്ത് dx ആണെങ്കിൽ എലമെന്റിന്റെ മാസ് കാണാൻ ആ a plus bx² ഇത് തന്നെയല്ലേ ലീനിയർ മാസ് ഡെൻസിറ്റി. ആ ലീനിയർ മാസ് ഡെൻസിറ്റിനെ മക്കളെ എലമെന്റിന്റെ ലെങ്ത് dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ F== ഇന്റഗ്രൽ GM ഇൻറ്റു a plus bx² അല്ലെ ഡിവൈഡഡ് ബൈ x² ഇൻറ്റു dx അല്ലെ. ഇനി നമ്മൾ ഇന്റഗ്രേഷൻ എവിടുന്ന് എവിടെ വരെ ചെയ്യേണ്ടത് നിങ്ങൾ പറയും? ഇന്റഗ്രേഷൻ ലിമിറ്റ് നമ്മളിതാ ഇവിടുന്ന് അല്ലെ, ഇവിടെ x=a ആണ്. ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പം x=a മുതൽ x=L+a വരെ അല്ലെ. അപ്പൊ നമ്മളെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ x=a to
x equal to L plus A ആണ്. ഓക്കെ, നൗ ഹിയർ ആ ജി എം ഒരു കോൺസ്റ്റന്റ് നമുക്ക് ഇങ്ങ് പുറത്തെടുക്കാം അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ജി എം ഒരു കോൺസ്റ്റന്റ് നമ്മൾ പുറത്തെടുത്തു. സോ ജി എം ഇൻറ്റു ഇന്റഗ്രൽ എ പ്ലസ് ബി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് വിത്ത് ലിമിറ്റ് എ ടു എൽ പ്ലസ് എ. ശരിയല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു ജി എം ഇൻറ്റു ഇന്റഗ്രൽ എ ടു എൽ പ്ലസ് എ ഇൻറ്റു എ ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി അല്ലെ, ഡിവൈഡ് ചെയ്താൽ എ ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡി എക്സ്. ഇനി ഓരോന്നങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്താൽ ജി എം ഇൻറ്റു അല്ലെ, സി ദാറ്റ് എ ഈസ് കോൺസ്റ്റന്റ്. വാട്ട് ഈസ് ഇന്റഗ്രൽ 1 by x സ്ക്വയർ ഡി എക്സ്? നമ്മൾ 1 by x സ്ക്വയർ ഡി എക്സ് നമ്മൾ പഠിച്ചത് -1 by x ആണ് അതിന്റെ ഇന്റഗ്രേഷൻ പഠിച്ചത് അല്ലെ, വിത്ത് ലിമിറ്റ് എ ടു എൽ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു അല്ലെ, ഇന്റഗ്രൽ ഡി എക്സ് എന്താണ് എക്സ് വിത്ത് ലിമിറ്റ് എ ടു എൽ പ്ലസ് എ. ശരിയല്ലേ? നിങ്ങൾക്ക് ഈ ലിമിറ്റ് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ മൈനസ് ആയി പ്ലസ് ആയി കിട്ടും അല്ലെ. സോ ജി എം ഇൻറ്റു അല്ലെ എ ഇൻറ്റു 1 by x വിത്ത് ലിമിറ്റ് എൽ പ്ലസ് എ ടു എ അല്ലെ, പ്ലസ് ബി ഇൻറ്റു ലിമിറ്റ് എക്സ് എ ടു എൽ പ്ലസ് എ. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ആൻസർ ആയി. സി, ഒന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കണം മക്കളെ. എഫ് ഈക്വൽ ടു ജി എം ഇൻറ്റു ഓക്കെ എ ഇൻറ്റു അല്ലെ, എക്സിന് നമ്മൾ ആദ്യം എ എന്ന് കൊടുത്തു 1 by a മൈനസ് 1 by എൽ പ്ലസ് എ അല്ലെ, പ്ലസ് ബി ഇൻറ്റു അല്ലെ, എക്സിന് നിങ്ങൾ ആദ്യം എന്ത് കൊടുക്കണം? എൽ പ്ലസ് എ എന്ന് കൊടുക്കണം അല്ലെ, എൽ പ്ലസ് എ മൈനസ് എ എന്ന് വരും. ശരിയാണോ? ആ എ മൈനസ് എ അങ്ങ് ക്യാൻസൽ ചെയ്തു പോലെ. സോ ഫൈനലി നമുക്ക് ആൻസർ കിട്ടി ജി എം ഇൻറ്റു ഇന്റഗ്രൽ എ ഇൻറ്റു 1 by a മൈനസ് 1 by എൽ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എൽ എന്ന ആൻസർ വരും. ഓക്കെ, സോ വിച്ച് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ്. യെസ്, കറക്റ്റ്, ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം നമുക്ക്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലെ ക്വസ്റ്റ്യൻ. 2 planets A and B of radii r and 1.5 r have densities rho and rho by 2 respectively. The ratio of acceleration due to gravity at the surface of B to A. Acceleration due to gravity ന്റെ റേഷ്യോ കാണണം അല്ലെ, ഡെൻസിറ്റി റേഡിയസ് തന്നിട്ടുണ്ട് അല്ലെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലെ. എന്താണ് മക്കളെ റിലേഷൻ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ റേഷ്യോ കാണണം അല്ലെ. ഡെൻസിറ്റിയും റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് റിലേഷനാണ് യൂസ് ചെയ്യുക? ജി പ്രൊപ്പോർഷണൽ ടു റോ ഇൻ ടു ആർ എന്ന് പറയുന്ന റിലേഷനിലായിരുന്നോ അല്ലെ. അവിടുന്ന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ബി ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സർഫസ് ഓഫ് എ അല്ലെ. ബിന്റെ സർഫസിലുള്ള ജി ബി എന്നും എന്റെ സർഫസിലുള്ള ജി എ എന്നും നമ്മൾ അസ്യൂം ചെയ്താൽ ജി ബി ഡിവൈഡഡ് ബൈ ജി എ ഈക്വൽ ടു വാട്ട്? സി, density of B divided by density of A into radius of B divided by radius of A. It is given density relation is given. Density of A it is rho ആണ്. Density of B എത്രയാണ്? Rho by 2 ആണ്. അപ്പോൾ density of B എന്ന് പറയുന്നത് rho by 2 ആണ്. Density of A എന്ന് പറയുന്നത് rho ആണ്. Into റേഡിയസ് ഓഫ് ബി ഇറ്റ് ഈസ് 1.5 r ആണ്. റേഡിയസ് ഓഫ് എ r ആണ്. ഈ റോ കട്ട് ചെയ്തു, ആർ കട്ട് ചെയ്തു അല്ലെ. സോ 1.5 ഡിവൈഡ് ബൈ 2 എന്ന് വരും അല്ലെ. ഇത് നമുക്ക് 3/4 എന്ന് എഴുതാം. സോ ആൻസർ 3:4. യെസ്, ഓപ്ഷൻ സി 3:4. 3:4 ആണ് ആൻസർ. യെസ്, കറക്റ്റ്. മുഹമ്മദ് ഷമീൽ, ആദിത്യൻ, യെസ്. ഫാത്തിമ, തമീമ, അറീൻ. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. അതിനാണ് അടുത്ത ക്വസ്റ്റ്യൻ പോകും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Assuming the earth to be a sphere of uniform mass density
weight of the body at the depth d equal to r by 2 from the surface of earth if its weight on the surface of earth is 200 Newton. എർത്തിന്റെ സർഫസിൽ വെയിറ്റ് 200 ന്യൂട്ടൺ ആണെങ്കിൽ ഡി ഡെപ്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയായിരിക്കും? ഓക്കെ, സി നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് ഡി ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ എന്നാണ് നമ്മൾ റിലേഷൻ പഠിച്ചത്. ശരിയല്ലേ മക്കളെ? ഈ രണ്ട് സൈഡിൽ ഞാനൊന്ന് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എം ഇൻറ്റു ജി ഡി ഈക്വൽ ടു എം ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ശരിയല്ലേ? സി എം ഇൻറ്റു ജി ഡി എന്ന് പറയുന്നത് വെയിറ്റ് അറ്റ് എ ഡെപ്ത് ഡി ഈക്വൽ ടു എം ജി എന്ന് പറയുന്നത് വെയിറ്റ് ഓൺ ദ സർഫസ് ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഇറ്റ് ഈസ് ഗിവൻ weight at the surface of earth is 200 Newton. Into 1 minus the d is given r by 2. Okay, so 200 into 1 minus that r will cancel, 1 minus 1 by 2. So that's all 200 into 1 by 2 equal to 100. 100 Newton is our answer. Yes, answer option S, B, correct. Yes, option B, 100 Newton. Okay, now so നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ആ കോൺസെപ്റ്റ് ലോസ് യൂണിവേഴ്സൽ ലോ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. നെക്സ്റ്റ് അടുത്തൊരു കോൺസെപ്റ്റ് വരുന്ന മക്കളെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണ് അല്ലേ? ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഓക്കെ, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്. ഒക്കെ ഒരു പോയിന്റ് മാസ് 3 കേസാണ് നമ്മൾ പറയുന്നത്. ഫോർ എ പോയിന്റ് മാസ്, suppose we have a point mass m, then gravitational intensity at a distance small r from this point mass. And the equation G is equal to Gm divided by r square. Okay, നമ്മൾ ചിലപ്പം യൂഷ്വലി അതിൻ്റെ ഡയറക്ഷൻ കൂടി പറഞ്ഞിട്ട് മൈനസ് എഴുതാറുണ്ട് അല്ലേ? ഈ സിക്കൽ മൈനസ് ജി എം ബൈ ആർ സ്ക്വയർ. ആ മൈനസ് സൈൻ കാണിക്കുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് സെന്റർ എന്നാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് this intensity of gravitational field Gm by r square. അപ്പം ഞാൻ Gm by r square എന്ന് എഴുതുകയാണെങ്കിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് അല്ലേ? ഡയറക്ഷനോട് എഴുതുകയാണെങ്കിൽ മൈനസ് Gm by r square നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, നൗ സി അടുത്തത് ഫോർ എ ഷെൽ. ഷെല്ലിന്റെ കേസിൽ സപ്പോസ് യു ഹാവ് എ ഷെൽ ഓഫ് മാസ് m ആൻഡ് റേഡിയസ് ക്യാപിറ്റൽ r. ഷെല്ലിന്റെ കേസിൽ നമ്മൾ 3 പോയിന്റ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. യെസ്, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ field at a point outside the shell, on the surface and inside the shell. Okay, ഇതിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പഠിച്ചില്ലായിരുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് അല്ലെ? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതിൽ പഠിച്ച അതേ സംഭവം തന്നെയാണ്. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ പഠിച്ച തന്നെയാണ് ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ. അവിടെ പൊട്ടൻഷ്യലിന്റെ കേസ് പഠിച്ച തന്നെയാണ് ഇവിടെ നമ്മളെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലിന്റെ കേസിലും ഇക്വേഷൻ അതേ സിമിലർ ഇക്വേഷൻസ് ആണ് വരിക. നിങ്ങൾക്കറിയാം ഔട്ട്സൈഡ് ദ ഷെൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെ നമുക്ക് 1/4πε0 Q/r² അല്ലായിരുന്നോ? സിമിലർലി ഔട്ട്സൈഡ് ദ ഷെൽ നമ്മളെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് Gm ഡിവൈഡ് ബൈ r² ആണ് വരിക. ഓക്കെ, ഓൺ ദ സർഫസിലാണെങ്കിൽ ആ സ്മോൾ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താവും? ക്യാപിറ്റൽ ആർ, റേഡിയസ് ആവും അല്ലേ? അപ്പൊ ഈ സർഫസ് എന്ന് പറയുന്നത് Gm ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ r². ഓക്കെ, ഇൻസൈഡ് ദ ഷെൽ വാട്ട് ഈസ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ? യെസ്, ഇൻസൈഡ് ദ ഷെൽ യെസ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്താണ്? 0 ആണ്. ശരിയല്ലേ? ആക്ച്വലി നമ്മൾ കൃത്യമായിട്ട് നെഗറ്റീവ് സൈൻ ഉണ്ട് അല്ലേ? ഞാൻ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എഴുതിയത്. ഓക്കെ, നൗ ഇൻസൈഡ് ദ ഷെൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0 ആണ്, സർഫസിൽ അത് മാക്സിമം ആണ് അല്ലേ? ഇനി നിങ്ങൾ നോക്ക്, ഈ ഔട്ട് നിങ്ങൾ നോക്കിയാൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² അല്ലേ? ഈ സർഫസിൽ അത് മാക്സിമം ആണ് അല്ലേ? യെസ്, ഉള്ളില് 0 ആണ്. സപ്പോസ് ഇഫ് യു പ്ലോട്ട് എ ഗ്രാഫ് വിത്ത് intensity of gravitation field along y axis
ആൻഡ് ആർ along x-axis. ഞാൻ എൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ അല്ലേ, സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ വരെ സർഫസ് വരെ അത് കോൺസ്റ്റന്റ് ആണ്. സർഫസിൽ ഇറ്റ് ഇൻക്രീസസ് അല്ലേ, ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് മാക്സിമായി. ദെൻ for r greater than capital R, it decreases parabolically. So this is how gravitational field intensity varies with the distance. ഇത് ഞാൻ അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഓക്കെ, ചിലപ്പം ഈ ഫിഗർ നിങ്ങൾക്ക് ഫോർത്ത് ക്വാഡ്രന്റിൽ തന്നാൽ അതാണ് മോർ കറക്റ്റ്. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് വന്നാൽ ഫോർത്ത് ക്വാഡ്രന്റിൽ വരയ്ക്കുന്ന ഫിഗറാണ് മോർ കറക്റ്റ്. കാരണം അവിടെ എന്തുണ്ട്, ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇല്ല, ഇതാണ് മാത്രമേ ഉള്ളെങ്കിൽ ഇതാണ് കറക്റ്റ് ആൻസർ അല്ലേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, ഇവിടെ ശരിക്കും ആ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് നമ്മൾ നെഗറ്റീവ് എടുക്കാറുണ്ട്. ശരിക്കും അതാണ് അതിന്റെ ഡയറക്ഷൻ കൂടി പറയുന്ന സമയത്ത് നെഗറ്റീവ് ആയിട്ട് എടുക്കാറുണ്ട്. അതുകൊണ്ട് ഫോർത്ത് ക്വാഡ്രന്റിൽ ഈ ഗ്രാഫ് വന്നാൽ അതാണ് മോർ കറക്റ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഷെൽ വാരീസ് വിത്ത് ഡിസ്റ്റൻസ്. ഓക്കെ, അടുത്ത നമ്മൾ പഠിച്ചത് എന്താ, ഷെല്ല് കഴിഞ്ഞാൽ അടുത്തെന്താണ്, സോളിഡ് സ്ഫിയർ ആണ് അല്ലെ. ഫോർ സോളിഡ് സ്ഫിയർ ഓൾസോ നമ്മൾ 3 പോയിന്റ് പറയുന്നുണ്ട്. ഔട്ട്സൈഡ് ദ സ്ഫിയർ, ഓക്കെ, at a distance r, E out it is gm divided by r square. Same equation അല്ലെ. On the surface E surface is equal to a small r become capital R, gm by capital R square. Inside the sphere, okay, what is E in? For a solid sphere, E in equal to it is gmr divided by r cube അല്ലേ, ഇങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. So now here inside the sphere that gravitation force field is not zero, it is directly proportional to r. E in directly proportional to r അല്ലേ. Outside the sphere it is inversely proportional to r square അല്ലേ. So inside the shell it is directly proportional to r ആണെങ്കിൽ, if you plot a graph with E along y-axis and small r along x-axis, inside the sphere it is directly proportional to r. So that graph is a straight line അല്ലേ. സെന്ററിൽ r 0 ആണ് അല്ലേ. So the graph is a straight line passing through center അല്ലേ. Here this is r equal to capital R, ശരിയല്ലേ. Now what happened to gravitation field outside the sphere? If r greater than capital R, yes, E out inversely proportional to r square അല്ലേ. It is inversely proportional to r square, it decreases, right? So it decreases parabolically, ശരിയല്ലേ. So E out inversely proportional r square, so it decreases parabolically. Okay, similarly നമ്മളൊരു റിങ് കൺസിഡർ ചെയ്യാം. Suppose we have a ring of radius capital R. Then intensity of gravitational field at a distance x from its center. See, intensity of gravitation field E equal to എന്തായിരുന്നു ഇക്വേഷൻ? ഈ സെന്ററിന് എക്സ് ഡിസ്റ്റൻസ് ഉള്ള ഒരു പോയിന്റ്, വാട്ട് ഈസ് ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്? ജി, സപ്പോസ് റിങ്ങിന്റെ മാസ് എം ആണെങ്കിൽ ജി എം എക്സ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. ഇതാണ് ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്. ഓക്കെ, നൗ ഇപ്പൊ നമ്മള് അത് ഷെല്ലിന്റെ കേസ് പറഞ്ഞല്ലോ നമ്മള്. ഓക്കെ, നൗ അടുത്ത കോൺസെപ്റ്റ് പൊട്ടൻഷ്യൽ ആയിരുന്നു അല്ലെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. യെസ്, എന്താണ് മക്കളെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് അല്ലേ. ആ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഇവിടെയും നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ കേസിലും നമ്മൾ നോക്കിയാൽ ആദ്യം നമ്മൾ ഒരു പോയിന്റ് മാസ് എടുക്കാം. ഫോർ എ പോയിന്റ് മാസ്, what is gravitational potential
at a distance r from point mass. V equal to minus gm divided by r. Yes. അല്ലേ? Then next വരുന്നത് ഷെല്ല്. ഷെല്ലിന്റെ കേസിൽ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി 3 പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ, അല്ലേ, ഓൺ ദ സർഫസ്, ഇൻസൈഡ് ദ ഷെൽ. 3 കേസ് ശരിയല്ലേ? ഔട്ട്സൈഡ് ദ ഷെൽ വി ഔട്ട്, ഇറ്റ് ഈസ് മൈനസ് ജി എം ഡിവൈഡ് ബൈ ആർ. ദെൻ സർഫസിലാണ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കുക, അല്ലേ? ഇൻസൈഡ് ദ ഷെൽ ശ്രദ്ധിച്ചേക്കണം. ഇൻസൈഡ് ദ ഷെൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്, അല്ലേ? ഇൻസൈഡ് ദ ഷെൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്തല്ല? സോറി, ഇൻസൈഡ് ദ ഷെല്ല് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0 ആണ്, അല്ലേ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്തല്ല? 0 അല്ല, അത് കോൺസ്റ്റന്റ് ആണ്. നോക്കണേണ്ട മക്കളെ, ഇൻസൈഡ് ദ ഷെല്ല് നമ്മൾ കണ്ടു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0 ആണ്, അല്ലേ? പക്ഷെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ 0 അല്ല, അത് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഈസ് ഈക്വൽ പൊട്ടൻഷ്യൽ ഓൺ ദി സർഫസ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പഠിച്ചില്ലേ? സെയിം സംഭവം. സോ ഇൻസൈഡ് ദ ഷെൽ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്, ഇറ്റ് ഈസ് സെയിം ആസ് പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് മൈനസ് ജി എം ബൈ ആർ എന്ന് വരും. ഓക്കെ. സിമിലർലി നമ്മളെ സോളിഡ് സ്ഫിയർ എടുത്താൽ, സോളിഡ് സ്ഫിയറിന്റെ കേസിൽ ഔട്ട്സൈഡ് ദ സ്ഫിയർ for solid sphere outside the sphere, same equation, നമ്മൾ നേരത്തെ കണ്ട സെയിം ഇക്വേഷൻ, ഷെല്ലിന്റെ അതേ ഇക്വേഷൻ, മൈനസ് ജി എം ബൈ ആർ. ഓക്കെ. ദെൻ ഓൺ ദ സർഫസ് ഒരേ ഒരു ചേഞ്ച്, ആ സ്മോൾ ആർ എന്നുള്ളത് ക്യാപിറ്റൽ ആർ ആയി. ഇൻസൈഡ് ദ സ്ഫിയർ what is potential inside the sphere? V in is equal to so it is minus gm by 2r cube into ത്രീ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ, അല്ലേ? ഇതാണ് ഇക്വേഷൻ. മൈനസ് ജി എം ബൈ 2r ക്യൂബ് ഇൻറ്റു 3r സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഓക്കെ, റൈറ്റ്? യെസ്. സോ നമ്മളെ ആക്ച്വലി ടൈം ഈസ് ഓവർ, അല്ലേ? ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് അവർ ക്ലാസ്. അപ്പം എനിവേ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്, അല്ലേ? നിങ്ങൾക്കറിയാം നമ്മളെ നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, പിന്നെ എസ്കേപ്പ് വെലോസിറ്റി, അല്ലേ? പിന്നെ വരുന്നത് സാറ്റലൈറ്റ്സ്. ഇത്രയും കാര്യങ്ങളൂടി അതിലുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ നമ്മളെ DPPയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നെ ഒരിക്കൽ ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. It is time to wind up our class. Okay. Have a nice day to all of you. Welcome. Nizam, Vignesh, Raknar, Mohammad Irfan.
നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം കേട്ടോ. കൃഷ്ണ, രജുൻ, വെൽക്കം. ആദിത്യൻ, വെൽക്കം ആദിത്യൻ. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? നമ്മൾ എടുത്തോടത്തോളം ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, യു വെൽക്കം.